ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വ്ളോഗിൽ എന്താണ് ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കണ്ടിട്ടുണ്ടാവും എൻ്റെയും ഗോകുലിൻ്റെയും ഒരു സേവ് ദ ഡേറ്റ് വീഡിയോ. നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. സോ അതിൻ്റെ ഒരു BTS വീഡിയോ ആണിത്. ഇവരുടെ രണ്ടുപേരുടെയും, അതായത് രണ്ടുപേരുടെ എക്സിക്യൂഷനാണ്. അനൂപ് ചേട്ടൻ്റെ ഐഡിയ ആയിരുന്നു, കോൺസെപ്റ്റ് ആയിരുന്നു. ഞങ്ങളത് ഷൂട്ട് ചെയ്യാൻ പോയ സ്ഥലം ആറ്റിങ്ങലാണ്. വെളുപ്പിനെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് വേണ്ടിയിട്ട്. എനിക്കൊന്ന് ഇതൊരു 3:30 ഞങ്ങളിവിടെ എത്തിയത്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ 2 കഥകളി ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. അവർക്ക് മേക്കപ്പ് അവർ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. ശരിക്കും ഈ വീഡിയോയിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചാൽ, ഞങ്ങൾ ആക്ച്വലി ലുലു മോളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോഗ്രാഫർ വിശാഖ്, ഞങ്ങളുടെ താമര വെഡ്ഡിങ്സിൻ്റെ ഓണർ വിശാഖ് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ലുലു മോളിലോട്ട് വരുമോ, ഒരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഞങ്ങൾ ലുലു മോളിലേക്ക് വരാൻ പോവാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ലുലുവിലെത്തി. അവർ ഈ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എനിക്ക് മാത്രമല്ല, ഗോകുലിനും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇത് കഥകളി റിലേറ്റഡ് സംഭവമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക, ഒത്തിരി കേട്ടപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയി. അത് മാത്രമല്ല, ഇവർ പറഞ്ഞു നോർമൽ ഒരു കപ്പിളിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഡാൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ കല റിലേറ്റഡ് ആയിട്ടുള്ള കപ്പിൾസിനെ വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞു. പക്ഷെ ടൈമില്ല, കല്യാണത്തിന് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മുന്നെയാണ് ഈ കോൺസെപ്റ്റ് പറയുന്നതും നമ്മളിത് ചെയ്യുന്നതും. അപ്പം തന്നെ എനിക്ക് അറിയാവുന്ന, ഞാൻ നേരത്തെ ചെന്നൈയിൽ കഥകളി പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കഥകളി വേഷം കെട്ടി മേക്കപ്പ് ചെയ്ത് തന്ന ചേട്ടന്മാരായിരുന്നു. അത് ആക്ച്വലി അവർ ആർട്ടിസ്റ്റാണ്, കഥകളി പെർഫോം ചെയ്യുന്നവരാണ്. അപ്പോൾ അരവിന്ദും ആകാശ്, അവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ് ഷൊർണൂരിൽ നിന്ന് ഇങ്ങ് വരെ എത്തി. അവരിതേ വെളുപ്പിനെ എത്തി ഡ്രസ്സപ്പ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇതൊരു 1 മിനിറ്റ് തികച്ചില്ല ഈ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തൊരു എഫേർട്ടാണ്. പക്ഷേ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെ ഞങ്ങൾ ഇട്ട ഒരു ഇൻപുട്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഔട്ട് അതിഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ കിട്ടിയ റെസ്പോൺസസ് ഒത്തിരി, അന്ന് ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസസ് വേറെ ലെവലായിരുന്നു. എല്ലാവരും കുറേ പേര് പറഞ്ഞു ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് കണ്ട ഏറ്റവും ബെസ്റ്റ് തിങ് ആണ് നിങ്ങളുടെ ഈ വീഡിയോ. അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് ഞങ്ങളിട്ട എഫേർട്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടല്ലോ. ആക്ച്വലി ഗോകുൽ ഇങ്ങനെ ഒരു ക്ലാസിക്കൽ ആർട്ട് ഫോം തന്നെ മേക്കപ്പ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതും കഥകളിയുടെ മേക്കപ്പ് തന്നെ ഫേസിൽ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാക്കറോട്ടി, നിനക്കോ? പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇതൊക്കെ കഥകളി പഠിക്കണമെന്നൊക്കെ, പക്ഷെ പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഫേസ് പെയിന്റ് ഒക്കെ ചെയ്തപ്പോൾ ഞാൻ നല്ല പഠിച്ചു കഴിഞ്ഞിട്ടില്ല സാറിന് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. ഐ ആം സോ ഹാപ്പി. യെസ്, അതെ, എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ഗോകുൽ അത് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഫേസിൽ. ആ വീഡിയോയിൽ ഭയങ്കര പൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ യെസ്.
അങ്ങനെ നമ്മുടെ ഷൂട്ട് സക്സസ്ഫുള്ളി കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആള് വീഡിയോയും എഡിറ്റ് ചെയ്ത് തന്നു. പക്ഷേ വീഡിയോൻ്റെ ഔട്ട് കണ്ടപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്ന് തോന്നി. ഭയങ്കര ഹാപ്പിയായി. സോ അതിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് പോർഷൻ മാത്രം ഞാൻ ഇതിൽ കാണിക്കാം. ഇതായിരുന്നു ആ വീഡിയോ. അപ്പോൾ ഇനിയും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഞങ്ങളുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും പോയി ചെക്ക് ചെയ്ത് കാണണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് താഴെ കമൻറ്റിൽ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.